ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എവിടെ വന്നിരിക്കുന്നത് അറിയാം? ബോളിവുഡ് വേൾഡിൽ. ബോളിവുഡ് വേൾഡ് റിയാദിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് സ്പോട്ടാണ്. 10ഓളം കൺട്രീസിൻ്റെ ഐക്കോണിക് മോണ്യുമെൻറ്റ്സും അവരുടെ കൾച്ചർ ഇൻസ്പയർഡ് ആയിട്ടുള്ള പെവലിയൻസും പിന്നെ ഒരുപാട് ഷോപ്പിംഗ് ആക്ടിവിറ്റീസ് ഈവൻറ്റ്സും ഒക്കെ ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇവിടുത്തെ ഒരുവിധം സ്പോട്ടുകളെല്ലാം കവർ ചെയ്ത് ഞങ്ങൾ എക്സ്പീരിയൻസ് ആൻഡ് കുറച്ച് ഇൻഫോ ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു വ്ളോഗായിരിക്കും ഇത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് എൻജോയ് വാച്ചിങ്. ഒരു മണം ഉണ്ടല്ലേ ഇവിടെ. ഇതിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് എന്തോ ഇവിടെ. ഭയങ്കര മണം. ഊതം കാണാണോ ഇനി? ഇങ്ങനെയൊക്കെ സ്പ്രേ ചെയ്യാവൂ? ഇവിടെ ഒരു അറബി നിൽക്കുന്നുണ്ട്. മുകളിലോട്ടൊക്കെ കിടന്ന തല ഇറങ്ങും. ഇതെന്താണ്? ഹായ്, വെള്ളം. വാട്ടർ ഫൗണ്ടൻ. ആണ് പച്ചവെള്ളം. പച്ചവെള്ളം കണ്ടിട്ടില്ലല്ലോ. ദിസ് ഈസ് പച്ചവെള്ളം. കോസ്റ്റ്യൂം തന്നെ സെറ്റപ്പ് തന്നെ. ഈ വാക്ക് നോക്കേ, സോ ബ്യൂട്ടിഫുൾ. ഇതെന്തോ ഗാർഡൻ സെറ്റപ്പാന്ന് തോന്നുന്നു. ആമസോണിയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കയറാം. ഫ്രാൻസ് അങ്ങോട്ട്, തുർക്കിയും അങ്ങോട്ട്, ഇങ്ങോട്ട് WC. അതേതാ? സൂപ്പർ വൈബ്. അടിപൊളി. നമ്മൾ ബോളിവുഡ് റിയാദ് സിറ്റിയിൽ പോയതുപോലെ ഇവിടെ ഫ്രീ അല്ല. ഇവിടെ പൈസ കൊടുക്കണം. 10 ഇപ്പം ഓഫർ നടക്കുന്നതിനെ കൊണ്ട് 10 റിയാലാണ്. അല്ലെങ്കിൽ നേരത്തെ 30-ഓ 40-ഓ അത്രയും റിയാലായിരുന്നു. ഇതിനകത്ത് എന്തോ പക്ഷിയൊക്കെ ഉണ്ട്, സൗണ്ട് കേൾക്കുന്നു. മീൻ നമ്മളവിടെ എക്സിബിഷനൊക്കെ ഇട്ടുവച്ചേക്കുന്ന മീൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ഗുഹയാണ്. എക്കോ അടിക്കുമെന്ന് തോന്നുന്നു കേട്ടോ അതിനകത്ത്. വൈബ്. ഇങ്ങോട്ട് വാ. നമ്മളായിട്ടുള്ള പരവയാന്ന് തോന്നുന്നു. പരവ കപ്പലിൻ്റെ ബോട്ടാ. കപ്പലിൻ്റെ ബോട്ടല്ല. ഇവിടെ ഇപ്പം ആയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ ആ ഏരിയയിലൊക്കെ എന്നിട്ട് നല്ല ആളുണ്ട്. ഇത് കുറച്ച് ഇവിടെ ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ കൊണ്ടെടുക്കുന്നത്. എത്ര പിള്ളേരുണ്ടെങ്കിലും ഇങ്ങനെ വാക്കിംഗ് ചെയറിൽ കൊണ്ടെടുക്കുക. ഇത് ഇവരുടെ മെയ്ഡാണ്. കൂടെ ഉള്ളത് മെയ്ഡാണ്. ഇതൊക്കെ വീഡിയോ എടുക്കുന്ന കണ്ട. അയ്യോ, പേടിച്ചു. കൊല്ലുവോ എന്തോ ലൈനായിട്ട് പീഡിപ്പിക്കുവാന്നുണ്ടോ? പൊന്നെ, പേടിച്ച്. അകത്ത് കുറേ ഉണ്ട്. ഒരു പാരീസിലൊക്കെ വന്ന വൈബില്ലേ? പാരീസ്. അതെ, താണ്ട പാരീസ്. പാരീസിലെ സ്വീറ്റ്സ് ഷോപ്പ്. പാരീസിലെന്താ ഐക്കോണിക് സാധനങ്ങളൊക്കെ ഇവിടെ കാണും. ഇതൊക്കെ അതായിരിക്കും.
അതുകൊണ്ട് ഐഫിൽ ടവർ. അയ്യോ അടിപൊളി. ഇതൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകൾ. നമ്മളിപ്പോൾ ഈഫിൽ ടവറിൻ്റെ താഴെയാണുള്ളത്. ഈഫിൽ ടവറിൻ്റെ താഴെ നിങ്ങൾ തിന്നുന്നില്ല സാധനം. ക്രോസോൺ. ക്രോസോൺ നമ്മൾ ഈ ഗേറ്റിൽ കൂടെ കയറാൻ പോവാ. ഇതൊക്കെ ടർക്കിഷ് ക്ലോത്ത്സ് ഒക്കെ കാണാൻ നേരമില്ല. അവിടെ പിന്നെ പോകണ്ടേ? മാറ്റുകളോ ഒരു പീസിന് 100 റിയാലെന്ന്. 100 റിയാലെന്ന് പറയുമ്പോൾ നാട്ടിലെ 2300 സംതിങ് ഒക്കെ ആവും. മുസല്ലയാണ് മുസല്ലയും കാർപ്പറ്റൊക്കെ പോലെ. അവരുടെ ഉപ്പിലിട്ടതുകൾ. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ. ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതെന്നോ? അത്തിപ്പഴം. അത് അല്ലേ ടേസ്റ്റ് ഇല്ല. ഇത് ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അത് മാത്രമല്ല വേറെ എന്തൊക്കെയോ ഉണ്ട്. ആണ്ടോ കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല. നട്ട്സ് ഉണ്ട്. Allah, princess, we're good ice cream. Aha, yeah, ice cream. Allah, what? Shukran. Halas. Why? Tak. Allah. Nereden? Allah. One ice cream. Thank you. Allah. One ice cream. പിള്ളേരെ പറ്റിക്കുന്ന കുറേ പരിപാടികൾ. ഉമ്മ അവിടെ കണ്ടുകൊണ്ടിരിക്കണം. ഉമ്മ വാ. ഇതൊക്കെ നമ്മുടെ കയ്യിലായിരിക്കണമായിരുന്നു. എപ്പോൾ മേടിച്ചെന്ന് ചോദിച്ചാൽ ഇത് വേറെ എവിടെ വന്നല്ലേ? പാർക്കാ? ഓ ഇതെന്തോ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരാളുടെ തലയിൽ പറയുന്നത്
അയ്യോ അയ്യോ. എസ്തറ്റിക്. എടുത്തോണ്ടെങ്കിൽ വേലൊക്കെ പടത്തിലൊക്കെ കാണുന്ന പോലെ. ഇത് പണ്ടത്തെ എന്ത് എഴുതി വെച്ചേക്കുന്ന ആ കോണ്ടസൊന്നുമല്ല. സ്റ്റിയറിംഗ് ഒക്കെ ഇപ്പോഴത്തെ ഒരു ടയറിൻ്റെ അത്ര ഉണ്ട്. ഇവിടുത്തെ പോലീസുകാരുടെ വണ്ടിയൊക്കെ ഇങ്ങനെ ഹോളിഡേ വെച്ച്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ടാക്സി. വെൽക്കം എന്താണ്ടോ എഴുതി കാണിക്കും. അന്വേഷിച്ചയോ എന്ന് പറയുന്നത് കൊറിയനാണോ? ആണ്ട് അനിമേ. അയൺമാൻ ഇവിടെ എന്താ കാര്യം? അയൺമാൻ എന്തിനാ ഇതിനകത്ത് കാര്യം? ഇത് കണ്ടാൽ തോന്നും ആർട്ടിഫിഷ്യൽ ആണെന്ന്, പക്ഷെ അല്ല കേട്ടോ, ഒറിജിനൽ സാധനം. ഓ, ഇത്രയും വൃത്തിയായിട്ടുള്ള മാങ്ങ ഞാൻ മാറില്ല മാ. ഇത് കീച്ചേനല്ല, ഇതിനകത്ത് ഓരോന്ന് ഇട്ട് വെക്കുന്ന പേഴ്സാ. ഇതെല്ലാം 20 റിയാല്. നമ്മളെ നാട്ടില് 400 സംതിങ് ആവും. ഇവിടെ വന്നാൽ നമ്മളെല്ലാം നാട്ടിൽ പൈസ ആയിട്ട് കണക്കൂട്ടി വെക്കില്ലേ മാ? അത് സ്വാഭാവികമാണ്. ഇതൊക്കെ അല്ലേ പ്രേതപടത്തില് പാവലുണ്ടല്ലേ. കൊള്ളാം. മാഡം ഡൊറോത്തി മദാമ. ഒരു രസമുണ്ട് കാണാൻ. അതുപോലെ അവരൊക്കെ വെച്ചോണ്ട് വന്നതല്ലേ. കൊള്ളാം. അനിമേ. ഈ കടയിലൊന്നും ആളില്ല. ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ പോലും ഇവരൊന്നും അറിയത്തില്ലല്ലോ. ഇങ്ങനല്ലത്. ശരി. ഇത് അനിമേ. ഇതില് ഫോണില് ഫ്രിഡ്ജിൽ ഒട്ടിക്കാൻ പറ്റുന്ന, പക്ഷെ നമ്മളത് ഒട്ടിക്കാൻ പറ്റത്തില്ല, ഗ്ലാസ് ആയതുകൊണ്ട്. കാന്തം അത് കണ്ടോ? ഇത് മാഗ്നറ്റില് ഒട്ടത്തുള്ളു, അല്ലേ ഇതില് സ്റ്റീലിലോ അലൂമിനിയത്തിലൊക്കെ അല്ല. സൂഷി. ബുൾഡാക്ക്. ഏത്? ഓ, ഇത് എന്തോ മുട്ടൻ സാധനം. നോക്കാം. അയൺമാനോ? അല്ലല്ലോ, എന്തോ അനിമേ സാധനം കേട്ടോ. മുട്ടുണ്ട്. എവിടെ നിന്ന് കാണും ഇത്? ഇതിനകത്തൊരു ചൈനക്കാരി ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കൊറിയൻ സ്ട്രീറ്റ്സിലൂടെയാണ് നടക്കുന്നത്.
കൊറിയ കഴിഞ്ഞു. പിന്നെ ഇതേതാ, എന്തോ ഇത്, ബിനോനിഡോസോ. എനിക്ക് തോന്നുന്നു ഇത് വേറെ എന്തോ ഭാഷയിൽ വെൽക്കം എന്നാണെന്ന് തോന്നുന്നു. ഇതാ മറ്റേ താക്കോലിട്ട് തുറന്നിരിക്കുന്ന സാധനം. തേങ്ങ ആണുങ്ങളുടെ മോതിരം. ഇത് മറ്റേ ആദിവാസി ഹെയർ ഓയിലല്ലേ, സൗത്ത് ഇന്ത്യൻ ഹെയർ ഓയിൽ. ഇതൊക്കെ ഇവിടെയും വന്നോ? സ്വീറ്റ്. അലിഞ്ഞു പോകുന്ന സാധനം. കൊക്കോമെലൻ. ഇന്ത്യയുടെ കവാടം ദാണ്ടേ. ഭാരത് മാതാ കി ജയ്. എന്നിട്ട് ഇവിടെ മൊത്തം അറവാണല്ലേ, മുലൂക്കൽ ഷവർമയൊക്കെ. ആണ്ടെ ചായ്, മറ്റേ മൺചട്ടിയിലെ ചായ്. നോക്കട്ടെ ഇന്ത്യ അതുപോലാണോ ഇവിടെ വെച്ചേക്കുന്നതെന്ന് നോക്കട്ടെ. ഇവിടെ ചായ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ, ഫുള്ള് ചായ ആണല്ലോ. അതാ ഇത് ഇന്ത്യ ഒന്നും അല്ല പറഞ്ഞ കണക്ക്. ഇത് മൊത്തം അറബുകാരുടെ, ഇത് അറബുകാരുടെ ഇന്ത്യ, ഇത് അറബുകാരുടെ ഇന്ത്യ. നമ്മളെ ഇന്ത്യ ഇങ്ങനല്ല, ഇതല്ല ഇന്ത്യ. ആ പാനിപ്പൂരിയൊക്കെ ഇരിക്കുന്നത്. ഇത് അറബുകാരുടെ ഇന്ത്യ. ഓ താജ്മഹൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഹോട്ടൽ ഷെസൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ടിക്ക. ആ അതുകൊണ്ട് മറ്റുള്ള സാധനം മേളിൽ പോയിട്ട് താഴെ ഇടുന്ന. ഓ ഇത് മൈലാഞ്ചി ഇടുന്നതാന്ന് തോന്നുന്നു കേട്ടോ. ഇത് മറ്റേ മൈലാഞ്ചി ഇടുന്ന സ്റ്റാമ്പ് അങ്ങാണ്ട് ഒട്ടിക്കുന്ന സാധനമാണ്, സംഭവം. തലപ്പാവൊക്കെ കെട്ടിയിട്ടുള്ളവർ നിൽപ്പുണ്ട്. ആ ഷോപ്പൊക്കെ ഇവരുടെ അറബികളുടെ ഷോപ്പൊക്കെയാ. അതുകൊണ്ട് ലെഹങ്കയൊക്കെ അമ്മ വേണ്ടേ ലെഹങ്ക. നമ്മളവിടെയൊക്കെ മറ്റേ റോട്ടിൽ ഇട്ട് വിൽക്കുന്ന സൈസ് തുണികൾ. സീക്രട്ട് റോസ്. നമ്മളവിടെ സരോജിനി മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇവരിവിടെ വന്ന് കൂടിയ വിലയ്ക്ക് കൊടുക്കും എന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും അത്ര റേറ്റിന് മേടിക്കും. ടൂറിസ്റ്റുകളല്ലേ.
മറ്റേ കശ്മീരി ഷോളാന്ന് തോന്നുന്നു. കശ്മീരി ഷോള്. എത്ര കടകൾ ഉണ്ടെന്നറിയാവോ? ആണ്ട ആ കടയിൽ നിൽക്കുന്ന ചേച്ചിയാ അത്. അവരുടെ മുടിയൊക്കെ ഈ കടയിൽ നിൽക്കുന്നവർക്കെല്ലാം അത്രയും മുടിയാണ്. ആ അവിടെ ഒരു ചാരിയസേര ഇരിക്കുന്നുണ്ടോ? ാണ് വന്നേ നോക്ക്. സിംഹം ഉറങ്ങുന്നു. അവരുടെ സ്ലീപ്പിംഗ് ടൈമാണ്. യഥാർത്ഥ സിംഹം. ദോ അനങ്ങുന്ന ദോൽ അവിടെ ഇരിക്കുന്നതൊക്കെ അനങ്ങുന്നുണ്ട്. ഹായ്. കെന്യ. കെന്യയാണ്. बात ये करके जा रहे हैं ना, देखिए ना मैडम, आयुर्वेदिक तेल के बालों के लिए। എണീക്കാൻ പറഞ്ഞാൽ ഇപ്പം എണീക്കും. ഈജിപ്റ്റ് സല മുഹമ്മദ് സല അല്ല. വിശ്രമിക്കാനിരുന്ന് കാല് കഴിക്കണം. ഇത് ഗ്രീസാണെന്ന് തോന്നുന്നു. ഗ്രീസ് തന്നെ. ഗ്രീസ് കൈറോ മിക്സ് എന്നൊക്കെ എഴുതി ചെയ്യുന്നത്. ദിസ് ഇസ് ഗ്രീസ്. മേളിൽ കൂടെ കേബിൾ കാർ വന്നിട്ടുണ്ട്. അതിനകത്തൊന്നും ആരുമില്ല. ഗ്രീസിൽ ഫുള്ള് വെള്ളയും നീലയുമാണ് അവരുടെ കളർ കോമ്പിനേഷൻ. കണ്ട
ഇക്കാടെ ഉടുപ്പുമായിട്ട് ചേരുന്നു. ഇവിടെ വെള്ളയും നീലയും, ഗ്രീസ് ഫുള്ള് വെള്ളയും നീലയാണ്. ഓ ഇതൊരാള് മറ്റേ പുകയ്ക്കുന്ന സാധനം കണ്ടോ, വലിച്ചിടുക. Come to China. ആ ചൈനീസ് മസാജ് ഉണ്ട്. മസാജ് ഇവിടെ ഇങ്ങനത്തെ സാധനമുണ്ട്. ഇതിനു വേണ്ടി മാത്രം ഒരു കട, ഫുൾ അനിമ അതിനകത്തില്ല. തിരിച്ചു കണ്ടിപ്പം എൻട്രൻസിൽ വന്നു. എല്ലാ സ്ഥലവും ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. നടന്ന് നടന്ന് കൊഴിഞ്ഞ്. ഇതൊത്തിരി ഉണ്ട് കാണാൻ. ശരിക്ക് നമ്മൾ ചിലയിടത്തൊന്നും ചില കടകളിലൊന്നും നിന്ന പോലുമില്ല. കുറേ ഉണ്ട്, പക്ഷെ അടിപൊളി സംഭവം. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ബോളിവുഡ് വേൾഡിലെ ഒരു കുട്ടിയല്ല, വലിയ വ്ളോഗ്. ഒത്തിരി ഉണ്ടായിരുന്നു കാണാൻ, ഒത്തിരി ഉണ്ടായിരുന്നു. കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.